ഹൈവേ വർക്കിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ നാട്ടിക ഭാഗത്താണ്. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് നാട്ടിക ഭാഗത്താണ്. അപ്പൊ അതിന്റെ അടുത്തേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. അവിടെ ഫുൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ബാരിക്കേഡിന്റെ വർക്കുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊന്നും അങ്ങനെ കണ്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഫുട്പാത്തിലൂടെ വളരെ നല്ല ഈസി ആയിട്ട് നമുക്ക് നടന്നു പോകാം. വാഹനങ്ങളുടെ ശല്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണൂല. അപ്പൊ നമുക്കിനി ടോൾ പ്ലാസന്റെ അടുത്തേക്കാണ് പോകാനുള്ളത്. ടോൾ പ്ലാസ ആ ഭാഗത്താണ്. ഇവിടെ കാണാം നമുക്ക് ഒരു വലിയ ബിൽഡിങ്ങും അതിലൊക്കെ. ഇതാണ് ലുലുവിന്റെ വെയർ ഹൗസ് വരുന്നത് ഈ ഭാഗത്താണ്. അതിന്റെ അടുത്ത് തന്നെയാണ് ടോൾ പ്ലാസ വരുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഈ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ്, കുറെ ഭാഗത്താണ് സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കാനുള്ളത്. അപ്പൊ നമുക്കിനി ടോൾ പ്ലാസന്റെ അടുത്ത് പോയി നോക്കാം. ടോൾ പ്ലാസന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോ തന്നെ കാണുന്നത്, ഫസ്റ്റ് ഭാഗത്ത് കാണുന്നത് ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ ടൈലിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, 1 2 3 4 ടോയ്ലറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെള്ളം കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കല്ലേ, കണ്ടില്ല. ഇപ്പുറത്ത് ഒരെണ്ണം കാണുന്നുണ്ട്. ഇത് നോർമലാണ്. ഇതൊക്കെ സാധാ ടൈപ്പാണ്. ഇന്ത്യൻ ക്ലോസിറ്റ് ആണ്. ഇവിടെ കാണുന്നത് യൂറോപ്യൻ ആണ്. ഇത് 3 യൂറോപ്യൻ ആണ്. അത് ഇന്ത്യൻ ക്ലോസിറ്റ് ആണ്. ഇവിടെ കഴുകാനൊക്കെ ഉള്ള ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഭാഗത്ത് ഇവിടെ എന്തോന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പുറകു വശത്തേക്ക് പോകാനുള്ള വഴിയാണ്. ഇവിടെ ഹെയർ ഔട്ട് ചെയ്യാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ വർക്കുകളും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ക്ലാസ്സില് വാഹനങ്ങളുടെ റേറ്റ് കൊടുക്കേണ്ട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ റേറ്റ് എഴുതിയിട്ടില്ല. അവിടെ ഇനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വാഹനങ്ങളുടെ ഇനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയില്, ഇംഗ്ലീഷില്, എല്ലാ ഭാഷയിലും കൊടുക്കുന്ന അതുപോലെയുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഷട്ടർ ബിൽഡിംഗ് കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല. ഇതൊരു ഷട്ടർ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ് ഈ ടോയ്ലറ്റിന്റെ കുഴി വരുന്നത്. അതിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. കണ്ടില്ല, ഇങ്ങനെ 4 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. തേപ്പ് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വർക്ക് നടക്കുന്നത്. ഇവിടെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാള് കെട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഈ വശത്ത് കൂടെ പോവേണ്ട പൈപ്പാണ് തോന്നുന്നത്. വെള്ളത്തിന്റെ ഒക്കെ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമുക്ക് വെയിറ്റ് നോക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെയുള്ള വെയിറ്റ് ടെസ്റ്റിങ് ചെയ്യുന്ന മെഷീന്. ഇതൊക്കെ ഇവിടെ വർക്ക് കഴിഞ്ഞ് റെഡിയാണ്. ഇനി ഇതിന്റെ ഇലക്ട്രിക് വശങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അയക്കും. അതിനുള്ള ഓഫീസാണ് ഇത്. അതിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവഴിയാണ് അങ്ങോട്ടൊക്കെയുള്ള പൈപ്പുകൾ, വയറുകളൊക്കെ പോകുന്നത്. കണ്ട് ഈ ഭാഗത്തൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ക്ലിയർ ചെയ്തിട്ടില്ല. ഇവിടെ നല്ല ഒരു ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തൃശ്ശൂർ നാട്ടിക ടോൾ പ്ലാസ. വളരെ നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഒരു ഫ്ലാഗ് ഒക്കെ കൊടുത്തത് കാണുന്നുണ്ട്. ഇപ്പം ഈ ഒരു സൈഡിലൂടെയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2 ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കുറച്ച് ഭാഗങ്ങൾ, ഒരു സൈഡിലേക്കുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കോൺക്രീറ്റ് ബിൽഡിങ്ങും മറ്റേത് ഒരു ഷീറ്റ് ഇട്ട ഒരു വർക്കുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത് ബാക്കിയുള്ള വശങ്ങളിലൊക്കെ പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ക്യാമറ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വർക്ക് ആകാനായിട്ടില്ല. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇവിടെ ലൈറ്റ് ടോൾ പ്ലാസ എന്നുള്ള സിഗ്നലൊക്കെ കൊടുത്ത് കാണുന്നുണ്ട്. ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു ഇത് കൊടുക്കാറുണ്ട്. എല്ലായിടത്തും നിന്ന് അടി കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഒരു സേഫ്റ്റി, വണ്ടികളൊക്കെ ഒന്ന് വന്നിടിക്കാതെ ഞാൻ വെറുതെ പറഞ്ഞ
അപ്പോൾ ഈ ഭാഗത്ത് 1, 2, 3, 4, 5 ട്രാക്കാണ് ഉള്ളത്. ആ ട്രാക്കുകളൊക്കെ കറക്റ്റായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ അവിടെ കണ്ടില്ലേ ക്രെയിന്, ആ ക്രെയിനിൽ പെയിന്റിങ് ചെയ്യാനുള്ള വർക്കാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇതുപോലെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പച്ച സിഗ്നൽ കൊടുത്തത് അവിടെ കാണാം. ഇവിടെ സ്റ്റോപ്പ് എന്നുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് ആണ് എല്ലായിടത്തും. അതുപോലെ തന്നെയാണ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ട്രാക്കുകളൊക്കെ തിരിച്ച് കഴിഞ്ഞു. എല്ലാ ഭാഗത്തും അങ്ങനെയുള്ള വരല് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്റർലോക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ ഹൈമാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു കോണിയൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് ടോൾ പ്ലാസ. ഒരു സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ കോൺക്രീറ്റിന്റെ ബിൽഡിങ്ങുമാണ് വന്നിട്ടുള്ളത്. അതിന്റെ മുകളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 2 നിലയായിട്ട് അവിടെ കാണാം നമുക്ക്. ഈ സൈഡിൽ ഇതുപോലെ ഒരു ഇരുമ്പിന്റെ സ്ട്രക്ചർ വർക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടാണ്. ചെലവ് ചുരുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നത്. പകുതിയായിട്ട്. അപ്പൊ അവർക്ക് താമസിക്കാൻ അവരെ ആവശ്യമുള്ള മറ്റുള്ള റൂമുകളൊക്കെ ഇതിന്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയൊക്കെയാണ് പെയിന്റിങ് ഒക്കെ നടക്കുന്നത്. ഈ ഭാഗത്ത് ഇവര് ഒരു ടോൾ എടുക്കുന്ന ഭാഗം ഇവിടെയാണ്. പിന്നെ ടോൾ ബൂത്ത് എല്ലായിടത്തും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ ഒരു സൈഡിൽ മാത്രമാണ് കണ്ടതിപ്പോ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും. പിന്നെ ഇവിടെയൊക്കെ ഫാസ്റ്റ് ട്രാക്ക് ആയിരിക്കാന്നാണ് തോന്നുന്നത്. അപ്പോ കഴിയുന്നത്ര ആളുകൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ട് അത് ഉപയോഗിക്കാനാണ് ഇപ്പോഴുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാന്നാണ് തോന്നുന്നത്. അവിടെ ഒരു ബൂത്താണ് കാണുന്നത്. അവിടെയും നമുക്ക് ഒരു ടോയ്ലറ്റ് കാണുന്നുണ്ട്. ഭാഗത്തേക്കുള്ള ടോയ്ലറ്റ്, ഈ സൈഡിലേക്കുള്ള ടോയ്ലറ്റ് അവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇന്റർലോക്ക് ചെയ്യാനുള്ള ഭാഗങ്ങള്. അങ്ങോട്ടുള്ള ആ ഭാഗത്തേക്ക് സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് അവിടെ ഒരു സർവീസ് റോഡ് ഉണ്ട്. അങ്ങോട്ടുള്ള ഭാഗത്തേക്കുള്ള ഇന്റർലോക്ക് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ബോർഡുകൾ വെച്ച് കഴിഞ്ഞു. ഇതാ കാണാം നമുക്ക്. ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് ഒഴികെ എല്ലാ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സൂചന ബോർഡുകളാണ്. കണ്ടില്ലേ, ഇങ്ങനെ താൽക്കാലിക രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ ഉൾവശത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള വർക്കുകൾ കഴിഞ്ഞ ഭാഗം കാണാൻ. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇരുമ്പ് സ്ട്രക്ചർ വർക്ക് ചെയ്ത ഭാഗങ്ങൾ. ഇവിടെയാണ് പെയിന്റിങ് വർക്ക് നടക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രെയിനാണത്. ആ ഫില്ലറിലൊക്കെ ഇതിലൊക്കെ പെയിന്റ് ചെയ്യാനുണ്ട്. ഇതിന്റെ മുകളിൽ ഇനി സീലിംഗ് എങ്ങനെ സീലിംഗ് വർക്ക് ചെയ്യുമോന്ന് അറിയില്ല കേട്ടോ. അതൊന്നും കാണുന്നില്ല. ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫില്ലറിന് പെയിന്റ് ചെയ്യാനുള്ള വർക്കാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ പില്ലറ് ഞാൻ ചില സമയത്തൊക്കെ ഫില്ലർ എന്ന് പറയാറുള്ളത്. അത് തെറ്റിപ്പോകുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഇതിൽ മാറി വരുന്നതാണ്. അപ്പൊ ഈ ഭാഗത്തും ബോർഡുകളൊക്കെ വെച്ചു. അവിടെ 3-4 പാതകൾ എന്നുള്ള ബോർഡാണ് കാണുന്നത്. അവിടെ 1, 2, 3, 4 ലൈന്. ഇതെല്ലാം ഫാസ്റ്റ് ട്രാക്കിനുള്ളതാണ്. ഒന്നാമത്തെ ലൈനിലൂടെയാണ് നമുക്ക് കാശ് കൊടുത്ത് പോകാൻ പറ്റുന്നത് തോന്നുന്നത്. അവിടെ ഒരു ബൈക്കിന്റെ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 ലൈനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ 5 കാണാം നമുക്ക്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഹൈവേ അതോറിറ്റിന്റെ, നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ എന്നുള്ള ബോർഡൊക്കെ വെച്ച് കാണാം. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വെയർ ഹൗസിന്റെ ഈ ഭാഗത്തൊക്കെ ഇന്റർലോക്കിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയും വലിയൊരു ഐമാസ് ലൈറ്റിന്റെ പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഈ ടോള് കൊടുക്കാതെ പോകാൻ അർഹതായ ആളുകളാണ് ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. അവർക്കുള്ള ഒരു കേന്ദ്രമന്ത്രിമാര്, അങ്ങനെയുള്ള ചീഫ് സെക്രട്ടറി, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, രാഷ്ട്രപതി, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ടോള് വേണ്ട. അവർക്കുള്ള ഒരു നിർദ്ദേശമുള്ള ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന പഴയ ഇന്റർലോക്കുകളാണ്. കണ്ടില്ലേ, ഇതിന്റെ ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് പഴയ ഇന്റർലോക്കുകളാണ് അവിടുന്ന് ഈ JCBയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഒരു ക്ലിയർ ഇല്ല, പുതിയ ഇന്റർലോക്ക് അല്ല.
കുറേ പഴയ ഇന്റർലോക്കുകളാണ്. ഇത് എവിടുന്ന് പെറുക്കി കൊണ്ടുവരാവും. ആ ഭാഗത്തൊക്കെ അത് ഇട്ടത് പഴയത് ഇവിടെ കൊണ്ടുവന്നിരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് മറ്റൊരു ടോയ്ലറ്റ്. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ വർക്കാണ് നടക്കുന്നത്. സ്റ്റെപ്പ് ടൈലിടുന്ന വർക്ക് നടക്കുന്നുണ്ട്. ടോയ്ലറ്റ് മാത്രമല്ല, ഇവരെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവര് ഒരു ടോയ്ലറ്റ്, ഇവിടെ എന്തോ ഓഫീസ് റൂം അങ്ങനെ എന്തോ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ കുഴി വരേണ്ടത്. അതിൻ്റെ മുകളിലിടാനുള്ള സ്ലാബ് ഒക്കെ ഇവിടെ റെഡി. ഇതിൻ്റെ പുറകു വശം ഇങ്ങനെയാണ്. ഇവിടെ ഇത് കാണാം, നമുക്ക് ഇങ്ങനെ നിരനിരായിട്ട് ബോർഡുകളൊക്കെ വെച്ചത് കാണാം. ഇവിടെ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മണൽ വിതറിയതാണ്. പക്ഷേ ഇത് പഴയ ഇൻ്റർലോക്കാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. കുറേ ഇൻ്റർലോക്കിൻ്റെ തെല്ലുകളൊക്കെ പോയിട്ടുണ്ട്, കണ്ടില്ലേ? എത്രയോ പഴയ ഇൻ്റർലോക്കുകളാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അതെന്താ അറിയില്ല, പുതിയ ഹൈവേ പണിയുമ്പോൾ പുതിയ ഇൻ്റർലോക്ക് വെച്ചു. ഇത് അതിൻ്റെ ഹിന്ദി പതിപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് അവിടെ നേരത്തെ കണ്ടത് നമ്മൾ മലയാളം, അങ്ങനെ എല്ലാ ഭാഷയിലും അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും ഇന്റർലോക്ക് ചെയ്തത് ഒരു വൃത്തിയില്ല. കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് വാഹനങ്ങളൊക്കെ പോയിട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. ഒട്ടും ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇന്റർലോക്ക്. ഞാൻ ആ ഭാഗത്തും ഫുട്പാത്തുകളിലൊക്കെ കണ്ടതും ഇതുപോലെ പഴയ ഇന്റർലോക്കാണ്. നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ KNRCL കമ്പനി അവർ ഇങ്ങനെയുള്ള ഇന്റർലോക്കുകൾ അവർ തന്നെ അവിടെ വെച്ച് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഈ ബോർഡ്. വാഹനങ്ങളുടെ ഇനങ്ങൾ, അതിൻ്റെ നമ്പറുകൾ ഒക്കെയാണ്. സിംഗിളായിട്ട് പോകുമ്പോൾ എത്ര പൈസ വരുന്നത് അവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ മടക്കമുണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളത് ഒക്കെ വരാനുള്ള ബോർഡാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ നാട്ടിക ഭാഗത്തെ ടോൾ പ്ലാസ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒരു സപ്പോർട്ടൊക്കെ തരിക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ കാഴ്ചയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.